ജോസിന്റെ നേരെ ഒന്നിങ്ങനെ കൈ ചൂണ്ടിയാൽ പിറ്റേന്ന് പോലെ ശവം ഉറപ്പാ. രാവിലെ ഇറക്കണ ആടിന്റെ ചോര ചൂടോടെ കുടിച്ചിട്ട് വീട് വരെ ഓടും. 3 കിലോമീറ്റർ ഉണ്ട്. ജോസ് ചാവൂന്ന് കരുതിയല്ലേ? വരണ വഴിയാ മുറിച്ചിട്ടാ മുറി കൂടണ സൈസാ ജോസ്. രാമപുരം എന്ന നാടിനെ വിരൽത്തുമ്പിൽ നിർത്തിയ, ശത്രുവിനെ പട്ടാപ്പകൽ വെട്ടിനുറുക്കിയ ക്രൂരനായ വില്ലൻ. കിരീടം സേതുമാധവന്റെയും അച്യുതൻ നായരുടെയും മാത്രം കഥയല്ല, കീരിക്കാടൻ ജോസിന്റേത് കൂടിയായിരുന്നു. തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞാലും എന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന സൂപ്പർ വില്ലൻ. അത്ര ഭയങ്കരമാണ് ഈ ജോസ്. നമ്മളെ അറിയില്ലേ സാറേ? മലയാള സിനിമയിലേക്കുള്ള കീരിക്കാടൻ ജോസിന്റെ മാസ് എൻട്രിക്കും പ്രത്യേകതകൾ ഏറെ ഉണ്ടായിരുന്നു. കൈയും കാലുമൊക്കെ ഇരുമ്പ് പോലെയുള്ള, രാവിലെ അറുക്കുന്ന ആടിന്റെ ചോര ചൂടോടെ കുടിച്ചിട്ട് വീട് വരെ 3 കിലോമീറ്റർ ഓടുന്ന, കരിങ്കുരങ്ങ്, കരിമ്പൂച്ച, മുള്ളമന്തി എല്ലാത്തിനെയും തിന്നുന്ന ഒരുത്തൻ. മനസ്സിൽ കണ്ട കീരിക്കാടനെ ലോകിതദാസ് വാക്കുകളിൽ വരച്ചു കാണിച്ചപ്പോൾ പുതിയൊരു മുഖം തേടിയിറങ്ങി സംവിധായകൻ സിബി മലയിൽ. പലകുറി ഓഡീഷൻ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. എന്തു ചെയ്യുമെന്ന ആശങ്കയിൽ ഇരിക്കുമ്പോഴാണ് സംവിധായകൻ കൂടിയായ കലാധരൻ സിബി മലയിലിനോട് മോഹൻരാജിനെ കുറിച്ച് പറയുന്നത്. 3-ാം മുറയിലെ വില്ലന്മാരുടെ ആൾക്കൂട്ടത്തിൽ ആൾപ്പൊക്കം കൊണ്ട് കലാധരന്റെ കണ്ണിലുടക്കിയ പുതുമുഖം, 6 അടി പൊക്കത്തിൽ ആരെയും വിറപ്പിക്കുന്ന രൂപം. മുന്നിൽ കണ്ട ആ നിമിഷം തന്നെ സിബി മലയിൽ ഉറപ്പിച്ചു, ഇത് തന്നെ കീരിക്കാടൻ. സേതുമാധവന്റെ ജീവിതം തകർക്കാൻ പോകുന്ന കീരിക്കാടൻ അഭിനയിക്കേണ്ട, കണ്ടാൽ തന്നെ പ്രേക്ഷകർ പേടിക്കണം. ലോകിതദാസിനും 100 സമ്മതം. പക്ഷേ കഥാപാത്രത്തിന്റെ വ്യാപ്തിയോ പ്രാധാന്യമോ തിരിച്ചറിഞ്ഞല്ല മോഹൻരാജും സമ്മതം മൂളിയത്. ക്രൂരത നിറഞ്ഞ മുഖവും ആകാര വലിപ്പവും കീരിക്കാടന് ഗുണമായെങ്കിലും സിനിമയിൽ മോഹൻരാജിന്റെ പരിചയക്കുറവും നേരിടേണ്ടി വന്നത് മോഹൻലാലിനായിരുന്നു. ഇടിക്കുന്ന ആക്ഷൻ കാണിക്കുന്നതിന് പകരം കീരിക്കാടൻ സേതുമാധവനെ ശരിക്കും തല്ലി. വേദനിച്ചെങ്കിലും മോഹൻലാൽ സമാധാനിപ്പിച്ചു. ആ സഹകരണമായിരുന്നു മോഹൻരാജിനെ കീരിക്കാടനാക്കി മാറ്റിയത്. മോഹൻലാലിനോ തിലകനോ ലഭിക്കാത്ത മാസ് എൻട്രിയാണ് കിരീടം കീരിക്കാടനായി ഒരുക്കിയതെന്ന യാഥാർത്ഥ്യം മോഹൻരാജ് പോലും തിരിച്ചറിഞ്ഞില്ല. വൻ ബിൽഡപ്പുകൾക്കൊടുവിൽ ഇടവേളയ്ക്ക് തൊട്ടു മുമ്പ് അച്യുതൻ നായരെ ചവിട്ടി വീഴ്ത്തി ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന ആദ്യ സീനിൽ തന്നെ പ്രേക്ഷകർ തിരക്കി, ആരാണ് ഈ ക്രൂരൻ? മോഹൻരാജ് എന്ന പേര് പലരും പറഞ്ഞെങ്കിലും കീരിക്കാടൻ ജോസ് എന്നല്ലാതെ മറ്റൊന്നും സ്വീകരിക്കാൻ പ്രേക്ഷകർ തയ്യാറായില്ല. കിരീടം കണ്ട പ്രേക്ഷകർ സേതുവിനെയും അച്യുതൻ നായരെയും സ്വീകരിച്ച പോലെ തന്നെ കീരിക്കാടനെയും ഹൃദയത്തിലേറ്റി. മോഹൻരാജ് എന്ന പേര് വിസ്മൃതിയിലാണ്ടു. കീരിക്കാടൻ ജോസ് എന്ന പുതിയ താരത്തിന്റെ ഉദയവും അവിടെയായിരുന്നു. 300-ലധികം ചിത്രങ്ങളിൽ വേഷമിട്ടെങ്കിലും കീരിക്കാടൻ ജോസിനെ പോലെ മറ്റൊന്നുണ്ടായില്ല. ചെങ്കോലിന് ശേഷം മറ്റൊരു ചിത്രത്തിലേക്ക് വിളിക്കാതിരുന്നതിന് സിബി മലയിൽ പറഞ്ഞ കാരണവും ഇതുതന്നെ. കീരിക്കാടന് സമം കീരിക്കാടൻ മാത്രം.